മിസ്സസ് മെല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഗാർഡൻ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് വീടിൻ്റെ പുറകിലുള്ള പൂന്തോട്ടമാണ്. ഈ പൂവിൻ്റെ പേര് പിയണി എന്നാണ്. നല്ല മണമുള്ള പൂക്കളാണ്. ഈ കാണുന്നത് ലൈലാക്കിൻ്റെ ചെടിയാണ്. സ്പ്രിംഗ് സീസണിലാണ് ലൈലാക്ക് പൂക്കൾ വിടരുന്നത്. ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയിട്ടുണ്ട്, അപ്പോൾ എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാണുന്നത് ഉരുളക്കിഴങ്ങാണ്. വീടിനകത്ത് വെച്ച് തന്നെ മുളപ്പിച്ച് വളർത്തിയെടുത്തതാണ്. ഇതാണ് എൻ്റെ ആപ്പിൾ ചെടി. ഏകദേശം 4 വർഷം പ്രായമുള്ള ആപ്പിൾ ചെടിയാണ്. ഇത് കണ്ടോ, അണ്ണാന്മാർ പണി തരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ മാന്തി എടുത്തിട്ടേക്കുന്നതാണിത്. ഇത് കടലയാണ്. ആ കടല ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുള പൊട്ടി വന്നപ്പോൾ എനിക്കൊരാഗ്രഹം, ഇതൊന്ന് നട്ട് നോക്കിയാലോ എന്ന്. അങ്ങനെ നട്ട് വെച്ചതാണ്. ഈ ഒരു വെജിറ്റബിൾ ഗാർഡനിലെ ചെടികളെല്ലാം വളർന്നു വരുന്നതേയുള്ളൂ. ഇപ്പോൾ ഈ ഒരു പച്ചക്കറി തോട്ടത്തിൽ നിന്നും സ്പ്രിംഗ് ഒണിയനും മല്ലിയിലയൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു തുളസിയാണ്, വിത്തിട്ട് വളർത്തിയെടുത്തതാണ്. ഈ വർഷം ആദ്യമായിട്ടാണ് ഗ്രോ ബാഗ് വാങ്ങുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങും സ്വീറ്റ് പൊട്ടറ്റയാണ് ഞാൻ ഇതിൽ നട്ടിരിക്കുന്നത്. എല്ലാ വർഷവും പച്ചക്കറി കൃഷി ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഫ്രഷ് വെജിറ്റബിളൊക്കെ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത് അതൊരു പ്രത്യേക ഫീലാണ്. ഈ ചെടികളെല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ. 1-2 ചെടികളിലാണ് പൂവൊക്കെ വന്നിട്ടുള്ളത്. വേനൽക്കാലത്താണ് നമുക്ക് ഈ പച്ചപ്പും ഭംഗിയുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റുന്നത്. മഞ്ഞുകാലത്തെല്ലാം മൊട്ടയായിട്ടുള്ള മരങ്ങളൊക്കെയാണ്. വേനൽക്കാലത്ത് ഫ്രഷ് പൂവൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വീടിനകത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. വീടിന് പുറത്ത് മാത്രമല്ല കേട്ടോ, വീടിനകത്തും എനിക്കൊരു കുഞ്ഞു കൃഷിയുണ്ട്. എനിക്ക് മൈക്രോ ഗ്രീൻസ് ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ വളർത്തിയിരിക്കുന്നത് ഉലുവയാണ്. നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള പൂന്തോട്ടമാണ്. ഇവിടെയാണ് എൻ്റെ സ്ട്രോബെറി ചെടിയൊക്കെ ഉള്ളത്. സ്ട്രോബെറിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ പച്ചക്കറികളൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്